ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നു മീഡിയം പബ്ലിക് പറഞ്ഞാൽ അത് ഈ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. പിന്നെ ലേഡീസ് ആരും ഇവിടെ ജോലിക്ക് വരാതാകും. ഇതൊരു ഗാർമെന്റ്സ് ഫാക്ടറിയാ. ഇവിടുത്തെ ലേബറിന്റെ 70% ലേഡീസാ. അവര് ജോലിക്ക് വന്നില്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാലോ. അവനെതിരെ കേസ് എടുക്കണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഇതുപോലുള്ള കേസിൽ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റില്ല. കേസ് എടുക്കരുതെന്നല്ല സാർ ഞാൻ പറയുന്നത്. കേസ് എടുക്കണം, പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം. പക്ഷേ ഈ കമ്പനിയുടെ പേര് എവിടെയും പരാമർശിക്കരുത്. ഇവിടെ വെച്ചാണത് നടന്നതെന്ന് മീഡിയ അറിയരുത്. സോറി, പേര് മറച്ചു വെച്ചാൽ കാശ് വാങ്ങി ഞാൻ നിങ്ങളെ സഹായിച്ചു എന്ന് എന്റെ പേരിൽ ആരോപണം വരും. കമ്മീഷണർ സാറിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും സാർ പേടിക്കണ്ട. കമ്മീഷണർ സാറിന് എനിക്ക് നല്ല പരിചയം. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചോളാം. സാറ് സമ്മതിച്ച പിന്നെ എനിക്കെന്താ? സാറിനോട് സംസാരിച്ചിട്ട് എന്നെ അറിയിക്കും. ഓക്കെ സർ. ഞാൻ പറഞ്ഞത് സാറിന് ഓർമ്മയുണ്ടല്ലോ. ആ റാസ്കലിന് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. അത് ഞാൻ ഉറപ്പുവരുന്നു. ഓക്കെ. അഗർ പാർവതി ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. ശരി സാർ. രഘു, ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ശരി സാർ. വാ. എക്സ്ക്യൂസ് മീ. പോലീസ് അവനെ കൊണ്ടുപോയോ? കൊണ്ടുപോയി മാഡം. മൊഴി കൊടുക്കാനായിട്ട് അവളും പോയിട്ടുണ്ട്. ശരി ശരി, എല്ലാവരും പിരിഞ്ഞു പോകണം. നീ എന്താ കണ്ടത്? പറയൂ. കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇയാള് ഈ ഫോണും എടുത്ത് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കി നടന്നു വരുന്നതാ ഞാൻ ആദ്യം കണ്ടത്. എന്നിട്ട് ഇയാള് ആ ഫോണും കൊണ്ട് സ്ത്രീകളെ ചെക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അത് കർട്ടൻ വെച്ച് മറച്ചൊരു സ്ഥലാ. ഞാനിതപ്പോ വലിയ കാര്യമാക്കിയില്ല. സ്റ്റോക്ക് റൂം തൂത്തുവരാൻ പോയി. ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം പരിശോധന നടത്തുമ്പോഴാ അവിടെ ഒളിപ്പിച്ചു വെച്ച ക്യാമറ ഞാൻ കാണുന്നത്. ആ ഫോണാ സാറിന്റെ കയ്യിലുള്ളത്. നീ നല്ല ബുദ്ധിമാനാ. ഫോൺ ആരുടെങ്കിലും കണ്ണിൽപ്പെട്ടാലും അത് ചെയ്തത് നീയാണെന്ന് ആർക്കും മനസ്സിലാവരുത്. അതിനുവേണ്ട മുൻകരുതൽ നീ എടുത്തിട്ടുണ്ട്. ഫോണിൽ സിം ഇല്ല, കോണ്ടാക്ട് നമ്പേഴ്സും ഇല്ല. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ സംഘടിപ്പിച്ചു. പഠിച്ച കള്ളനാ നീ. സർ, ഇതെന്റെ ഫോണല്ല. നീ ഇത് ചെയ്യുന്നത് നേരിട്ട് കണ്ടയാളാ ആ നിൽക്കുന്നത്. ഞങ്ങൾക്ക് കൈക്ക് പണിയുണ്ടാക്കാതെ കുറ്റം സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത്. സത്യമായിട്ട് ഞാനല്ല സർ.
ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെന്റെ ഫോണല്ല. ഫോണില് നിന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവും. അത് വെച്ച് ഇത് ചെയ്തത് നീയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും. ഞങ്ങളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ച കിട്ടുന്ന തല്ലിന്റെ എണ്ണം കൂടും. അതിനിടവരുത്തരുത്. ഫിംഗർ പ്രിന്റ് ഒക്കെ എടുക്കൂ. ഫിംഗർ പ്രിന്റ് എടുത്താ ഞാൻ കൊടുങ്ങുമല്ലോ. സാറ് എന്ത് വേണമെങ്കിലും ചെയ്തോ. അങ്ങനെയെങ്കിലും എന്റെ നിരപരാധിത്വം സാറിന് മനസ്സിലാവുമല്ലോ. നീ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നത് കണ്ടയാൾ ഇവിടെ നിൽക്കുമ്പോഴും നിന്റെ ഒരു മലക്കം മറിച്ചല്. മേലുവേദനിക്കാതെ നീ സത്യം പറയില്ല. ഡോ, ഇവളുടെ മൊഴിയെടുത്ത് പരാതിയിൽ ഇവളെ കൊണ്ട് സൈൻ ശരി, ചെയ്യിക്കും. സർ. വരൂ. ബാക്കി പറ. അയാള് ഫോണുമായിട്ട് പതുങ്ങി പതുങ്ങി വന്നതും സ്ത്രീകളെ ചെക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയതും ഞാൻ പറഞ്ഞല്ലോ. ഇനിയൊന്നും പറയാനില്ല മാഡം. ഇനിയൊന്നും പറയാനില്ലെന്നോ? അപ്പൊ അവൻ ക്യാമറ ഒളിപ്പിച്ചു വെക്കുന്നത് നീ കണ്ടില്ലേ? അത് കാണാൻ കഴിയില്ല. ഞാൻ കുറെ അപ്പുറത്തല്ലേ നിൽക്കുന്നേ. അപ്പോ അവൻ ക്യാമറ ഒളിപ്പിച്ചു വെക്കുന്നത് നീ കണ്ടിട്ടില്ല? ഇല്ല മാഡം. പക്ഷെ ഫോണുമായിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോകുന്ന ഞാൻ കണ്ടതാ. ഒരിടത്ത് ഫോൺ ഒളിപ്പിച്ച് വെച്ചിരുന്നത് കണ്ടതും ഞാൻ തന്നെയാ. അത് ചെയ്തത് അയാൾ തന്നെയാ മാഡം. എനിക്ക് ഉറപ്പാ. എന്താടോ ഇത്? എന്താ മാഡം? അവൻ ഫോൺ ഒളിപ്പിച്ചു വെച്ചതിന് ഇവള് ദൃക്സാക്ഷിയാണെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? അവൻ ഫോൺ വെക്കുന്നത് ഇവള് കണ്ടിട്ടില്ലെന്ന്. അവൻ അവന്റെ ഫോൺ കയ്യിൽ വെച്ചതിനാണോ പോലീസ് അവന്റെ പേര് കേസെടുക്കേണ്ടത്? ഇവള് കണ്ടതാ മാഡം. അവൻ ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നത് നീ കണ്ടതല്ലേ? ഫോൺ ഒളിപ്പിച്ച് വെക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അയാൾ ഒളിപ്പിച്ച് വെച്ച ഫോണാ ഞാൻ കണ്ടത്. അവൻ കർട്ടന്റെ മറവിലായോണ്ടാ ഇവൾക്ക് കാണാൻ കഴിയാഞ്ഞത്. ഫോൺ വെച്ചത് അവൻ തന്നെയാ മാഡം. അവിടെയുള്ള ആരോടാണോ ചോദിച്ചു നോക്ക്. തലയും വാലും ഇല്ലാത്ത ഈ മൊഴി വെച്ചിട്ടാണോ പോലീസ് അവന്റെ പേര് കേസെടുക്കേണ്ടത്? കോടതിയിൽ ഇത് നിൽക്കില്ല. പോലീസ് കൈവച്ചാ നീ താങ്ങില്ല. കുറ്റം സമ്മതിക്കുന്നതാ നിനക്ക് നല്ലത്. പോലീസിന്റെ തല്ല് പേടിച്ച് ചെയ്യാത്ത കുറ്റം ഞാൻ ചെയ്തു എന്ന് സമ്മതിക്കണോ? നീ സമ്മതിക്കും. നിന്നെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. സർ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാണ്ട്. എന്താ? സർ, ഇയാള് ഫോൺ വെക്കുന്നത് അവള് കണ്ടിട്ടില്ല. ഫോണുമായി കർട്ടന്റെ പുറകിലേക്ക് പോകുന്നതേ അവള് കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടാ അവിടുന്ന് ആ ഫോണ് കണ്ടെടുക്കുന്നത്. അത് വെച്ചത് ഇയാളാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അവള് ദൃക്സാക്ഷിയാണെന്നല്ലേ കമ്പനിയിലെ പ്രൊഡക്ഷൻ ഹെഡ് പറഞ്ഞത്? പക്ഷെ അവളിങ്ങനെയാ പറയുന്നേ. നാശം പിടിക്കാനായിട്ട്. ആ പെണ്ണിനെ അയാളെ ഇങ്ങ് വിളിച്ചോണ്ടോ? ആ സർ. നിങ്ങളെ രണ്ടുപേരെ സാറ് വിളിക്കുന്നുണ്ട്. വാ. ഇവനെ ലോക്കപ്പി. സർ, ഞാൻ പോടാ. ചെല്ല്. ആ, ഇരിക്ക്. അവൻ ഫോൺ വെക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ഫോൺ വെക്കുന്ന ഞാൻ കണ്ടിട്ടില്ല സർ. പക്ഷെ അയാള് ആ ഫോണുമായിട്ട് അവിടേക്ക് പോകുന്ന ഞാൻ കണ്ടു. കള്ളത്തരത്തോടെയാ അയാള് പോയത്. ആരെയും കാണുന്നുണ്ടോന്ന് നോക്കിക്കൊണ്ട്. അത് ചെയ്തത് അവനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അയാള് തന്നെയാ സർ. എനിക്ക് ഉറപ്പാ. അയാൾക്ക് ശിക്ഷ കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല ശിക്ഷ കിട്ടണം സർ. എന്നാലേ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാര് പഠിക്കൂ. കുറെ കാലം അയാളെ ജയിലിലിടണം. പക്ഷേ ഫോണുമായി അവൻ പോകുന്നതേ നീ കണ്ടിട്ടുള്ളൂ. ഫോൺ വെക്കുന്നത് നീ കണ്ടിട്ടില്ലെന്ന് കോടതിയിൽ പറഞ്ഞാൽ അവന് ശിക്ഷ കിട്ടില്ല. ഫോണും കൊണ്ട് അവൻ ആ ഭാഗത്തേക്ക് പോയത് ഒരു കുറ്റമല്ല. ഫോൺ ഒളിപ്പിച്ചു വെച്ച് സ്ത്രീകളുടെ വീഡിയോ എടുത്താൽ മാത്രമേ കുറ്റമാവൂ. പക്ഷേ അത് നീ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ കോടതി അവനെ ശിക്ഷിക്കും? കോടതി അവനെ വെറുതെ വിടും. ആ തെറ്റ് അവൻ ആവർത്തിക്കുകയും ചെയ്യും. പക്ഷേ അവൻ ശിക്ഷിക്കപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒരു വഴിയുണ്ട്. ലേഡീസിനെ ചെക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് അവൻ പോകുന്നത് മാത്രമല്ല നീ കണ്ടത്.
അവൻ അങ്ങോട്ട് പോകുന്നതും ക്യാമറ ഓണാക്കി ഫോൺ അവിടെ ഒളിപ്പിച്ചു വെക്കുന്നതും നീ കണ്ടു. അയ്യോ ഇല്ല സർ, അത് ഞാൻ കണ്ടിട്ടില്ല. അത് ചെയ്തത് അവനാണെന്ന് നിനക്ക് ഉറപ്പല്ലേ? ആ, ആ, അവൻ ശിക്ഷിക്കപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ആ, ഉണ്ട്. അതിന് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവൻ ഫോണുമായി അങ്ങോട്ട് പോയി, ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ഫോണിലെ ക്യാമറ ഓണാക്കി, എന്നിട്ട് അത് അവിടെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അവൻ തിരിച്ചുപോയി. കോടതിയിൽ നീ ഇങ്ങനെ പറയണം: ആ, കാണാത്ത കാര്യങ്ങൾ കണ്ടുന്ന് ഞാൻ എങ്ങനെയാ സർ പറയാ? ഇവള് സമ്മതിച്ചില്ലെങ്കിൽ ഫോണിൽ പതിഞ്ഞ ഫിംഗർ പ്രിന്റ് എടുക്കും. ഞാൻ കൂടുങ്ങും.